ഇടുക്കി വെള്ളത്തൂവലിലെ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ ചെക്ക് ഡാമിൽ നിറഞ്ഞ ചെളിയും മണലും നീക്കം ചെയ്യാൻ ഇനിയും നടപടിയില്ല. ജലദുരന്ത നിവാരണ അതോറിറ്റി ചെളിയും മണ്ണും നീക്കം ചെയ്യാൻ ഇടപെടൽ നടത്തിയെങ്കിലും വിവാദത്തിൽപ്പെട്ട് പ്രവർത്തനങ്ങൾ നിർത്തുകയായിരുന്നു. അടിയന്തരമായി ചെക്ക് ഡാമിലെ മണലും ചെളിയും നീക്കി പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. വെള്ളത്തൂവൽ പാലത്തിന് താഴെ മുതിരപ്പുഴ ആറിന് കുറുകെയാണ് വൈദ്യുതി ബോർഡിന്റെ ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായ ഈ ചെക്ക് ഡാം ഇപ്പോഴും ചെളിയും മണലും കൊണ്ട് നിറഞ്ഞ സ്ഥിതിയിലാണ്. ചെങ്കുളം പവർ ഹൗസിൽ നിന്നും ഉൽപാദന ശേഷം പുറത്തുവിടുന്ന ജലവും മുതിരപ്പുഴയാറ്റിലെ ജലവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ചെക്ക് ഡാം നിർമ്മിച്ചത്. മണലും ചെളിയും നീക്കി ചെക്ക് ഡാമിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്ന നടപടി അനന്തമായി നീളുന്നുവെന്ന സാഹചര്യമാണിപ്പോൾ. 2018 പ്രളയത്തിൽ ഇവിടെ വന്നടിഞ്ഞ മണ്ണും ചെളിയും കാരണം കോടിക്കണക്കിന് രൂപ മുടക്കിയ ഈ സംഭവം ഉപയോഗശൂന്യമാക്കണം. ഏതാണ്ട് 2020 വരെ വെള്ളത്തോൾ ഗ്രാമപഞ്ചായത്തിന് പ്രതിവർഷം 1 കോടി രൂപയിലേറെ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു മണൽക്കടവാണ്. ഈ മണൽക്കടവ് യാതൊരുവിധ അറിയിപ്പും കൂടാതെ അധികാരികൾ വന്ന് അടച്ചുപൂട്ടുകയും ഇവിടെ കൂടിയിരിക്കുന്ന മണ്ണും ചെടിയും ഇത് നികന്ന ഇതിൻ്റെ പ്രവർത്തനം താറുമാറായതോടുകൂടി തന്നെ കല്ലാർകുട്ടി ഡാമിലേക്ക് ഒഴുകിച്ചെന്നിട്ട് 2018 പ്രളയത്തെ തുടർന്ന് ചെക്ക് ഡാമിൽ മണലും ചെളിയും വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇവിടെ നിന്നും മണൽ നീക്കാനുള്ള ചില ഇടപെടലുകൾ നടത്തുകയുണ്ടായി. പക്ഷേ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് ചില ആക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കിയതോടെ അനുമതി മരവിപ്പിച്ചു. കാലതാമസം വരുത്താതെ ചെക്ക് ഡാമിന്റെ സംഭരണശേഷി തിരികെ എടുക്കാനുള്ള ഇടപെടൽ സർക്കാർ തലത്തിൽ നിന്നും ഉണ്ടാവണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ജനം, ഇടുക്കി.